ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം, നാരായണീയ മധുരം. ഇന്ന് 212 ദിവസം. ശ്രീമന്നാരായണീയത്തിലെ 21 ദശകം, അതിൽ 3 ശ്ലോകത്തെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ ആണ് ഈ നാരായണീയ മധുരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ 212 ദിവസം 212 ശ്ലോകം. ആ ശ്ലോകം ആദ്യം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം, പിന്നെ ശ്രീഹരിയം ഭാഷാഗാനം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈഃ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിം ഏകശുദ്ധജ്ഞാനപ്രദം ഭഗവൻ നരഹരിം ഭവന്തം ധ്യായാമി. ദക്ഷിണഗതേ ഹരിവർഷവർഷേ
ദക്ഷിണഭാഗത്തായി തെക്കുഭാഗത്ത് ഇളാവൃതത്തെക്കുറിച്ച് പറഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിൽ. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇളാവൃതത്തിന് കിഴക്കുഭാഗത്തുള്ള ഭദ്രാശി വർഷത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പതാ ഇളാവൃതത്തിന് തെക്കുഭാഗത്ത് ഹരിവർഷം എന്നറിയപ്പെടുന്ന വർഷത്തിൽ, ആ ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദമുഖ്യ പുരുഷൈഹി, പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തജനങ്ങളാൽ പരിഷേവ്യമാണം, വേണ്ട പോലെ ആദരിക്കപ്പെട്ടവൻ, സേവിക്കപ്പെട്ടവനായിരിക്കുന്ന ആര്? ഉത്തുംഗശാന്തധവളാകൃതിം, അത്യുന്നതമായിരിക്കുന്ന ശാന്തമായ ശമഗുണപ്രധാനമുള്ള വെളുത്ത ധവളാകൃതി, വെളുത്ത നിറത്തിലുള്ള ആകൃതിയുള്ള ഏകശുദ്ധ ജ്ഞാനപ്രദം, ഏകജ്ഞാനത്തെ, ആ അദ്വൈത ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ശുദ്ധമായ നിർമ്മലമായ ആ സ്വരൂപത്തെ, ഹേ ഭഗവൻ, നരഹരിം ഭവന്തം ധ്യായാമി, ആ നരഹരിയെ, ആ നരസിംഹമൂർത്തിയെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. നരസിംഹത്തിൻ്റെ വെളുവെളുത്ത രോമങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ശ്രീമദ് നാരായണീയം ഇനി 25-ാമത്തെ ദശകത്തിലേക്ക് എത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയും. 25-ാമത്തെ ദശകം ഭഗവാന്റെ നരസിംഹാവതാരമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു, ആ വെളുത്ത ആകൃതിയോടുകൂടിയ, വെളുത്ത രോമങ്ങളോടുകൂടിയ ആ നരഹരിമൂർത്തിയെ ഞാനിതാ ധ്യാനിക്കുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം നമുക്ക് ഭാഷാഗാനം ശ്രീഹരിയം പാടി സമർപ്പിക്കാം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേകശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. ഇനി ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. ഇളാവൃതത്തിനു തെക്കു ഹരിവർഷഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദാദി ഭക്തജന സേവിതനായി ശുദ്ധനായി അദ്വൈതത്തെ നൽകിയിടുന്ന നരസിംഹമൂർത്തിയെ ഞാൻ മനസ്സിങ്കൽ ധ്യാനിച്ചിടുന്നു. നാരായണ 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 ദേവാധിദേവ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഹരിയോ